ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് എബ്രായലേഖനം 9-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുവാൻ പോകുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 23 ഓൺവേർഡ്സ്. 23 മുതൽ അവസാന വാക്യം വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വാക്യം വായിപ്പാൻ പോകുകയാണ്. വേദപുസ്തകം എല്ലാവരും എടുത്താട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 9 വേഴ്സ് 23 ഓൺവേർഡ്സ് നമുക്കൊരുമിച്ച് വായിക്കാം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആഴ്ചകളായിട്ട് ഈ ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹെഡിങ് എഴുതിയിട്ടുള്ളവർ വീണ്ടും ഒന്ന് നോക്കിയാട്ട് നമ്മൾ ചിന്തിച്ചു വരുന്നത് ക്രൈസ്റ്റ് ഈസ് ദ പെർഫെക്റ്റ് സാക്രിഫൈസ്. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണതയുള്ള യാഗം. പ്രധാനമായിട്ട് കർത്താവായ യേശുവിൻ്റെ യാഗത്തിൻ്റെ 3 പ്രാധാന്യതകളെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞാട്ട്? യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ 3 പ്രാധാന്യത: 1 ഒരു ഫിനിഷ്ഡ് സാക്രിഫൈസ്, 2 ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ്, 3 ഒരു വിക്ടോറിയസ് സാക്രിഫൈസ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നമ്മൾ വിക്ടോറിയസ് സാക്രിഫൈസ് അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇന്ന് രാത്രിയിലും നമ്മൾ അതേ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ച വിഷയത്തിൻ്റെ പിന്നാലെ നമ്മൾ കടന്നു പോകുകയാണ്. പ്രത്യേകമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗം വാല്യുബിളായി, ഒരു പെർഫെക്റ്റ് ആയിരുന്നു. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളെയാണ് നമ്മൾ പഠിച്ചത്. 1 നമ്മൾ മനസ്സിലാക്കിയത്, സ്വർഗീയമായവയ്ക്കോ ഇതിനേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. സ്വർഗത്തിലുള്ളവയെ ശുദ്ധീകരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ രക്തമാകുന്നു, യേശുവിൻ്റെ യാഗം ആകുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. 2 നമ്മൾ പഠിച്ചത്, ആ യേശു ക്രിസ്തുവിൻ്റെ ഒരിക്കലായിരുന്ന യാഗത്താൽ പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചു, എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ 4 പ്രാധാന്യതകളെയാണ് ചിന്തിച്ചത്. അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കി, ഇറ്റ്സ് എ ഫിനിഷ്ഡ് സാക്രിഫൈസ്, തീർന്നതായിരിക്കുന്ന ഒരു യാഗം. ഇനിയും അതിന് ഒരു യാഗം ആവശ്യമില്ല. 2 നമ്മൾ പഠിക്കുകയുണ്ടായി, ഇറ്റ്സ് എ പ്രോപ്പർ ടൈമിംഗ്, തക്ക സമയത്താണ് യാഗം നടത്തുവാനിടയായിത്തീർന്നത്. ലോകസ്ഥാപനം മുതൽക്ക് അവൻ കൂടെ യാഗമായി തീർന്നില്ല. തക്ക സമയത്ത് ലോകാവസാനത്തിൽ യേശു യാഗമായി തീർന്നു. 3 നമ്മൾ ചിന്തിച്ചത്, എ പെർഫെക്റ്റ് വർക്ക്, ഒരു പൂർണ്ണതയുള്ള പ്രവൃത്തിയായിരുന്നു യേശുവിൻ്റെ യാഗം. എന്താണ് അവിടെ സംഭവിച്ചത്? വിശുദ്ധ മന്ദിരത്തിൽ പാപത്തിനോ എന്നേക്കുമായിട്ട് പരിഹാരം വരുത്തി. ഇനിയും പാപത്തിന് വേണ്ടി യാതൊന്നും ലോകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളില്ല. എന്നേക്കുമായിട്ട് പാപത്തെ ചുമന്ന് മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. 4 നമ്മൾ കണ്ടത്, ഇറ്റ്സ് എ പേഴ്സണൽ സാക്രിഫൈസ്. മഹാപുരോഹിതൻ യാഗം കഴിക്കുന്നത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തമാകുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത, യേശു സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കലായി പ്രത്യക്ഷനായി. ഇന്ന് രാത്രി നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഇന്നുകൊണ്ട് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ട് ഇന്ന് 2 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. 1 നോട്ട് ചെയ്തോണം. ദ ഫസ്റ്റ് തിങ്, 1 ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിലെ 3 അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത. നോട്ട് ചെയ്താട്ട് എല്ലാവരും നോട്ട് ചെയ്താട്ട്. 3 അപ്പിയറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത. പ്രധാനമായിട്ട് നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷതകൾക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്നു. ഇവിടെ നമ്മൾ ചിന്തിച്ചു വന്നത്, 1 ദ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് കർത്താവായ യേശുവിൻ്റെ 3 പ്രത്യക്ഷത. 3 സമയത്ത് കർത്താവായ യേശു പ്രത്യക്ഷനാകുന്നു എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ചു. എന്തിനൊക്കെ കർത്താവായ യേശു പ്രത്യക്ഷനായി? ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദ ഫസ്റ്റ് വൺ, ഹി ഹാസ് അപ്പിയേർഡ്. കർത്താവായ യേശു പ്രത്യക്ഷനായി, ഓൾറെഡി കെയിം, പ്രത്യക്ഷനായി. വായിച്ചോട്ട് അതിൻ്റെ 26ാമത്തെ വാക്യത്തിലേക്ക് കടന്നുകൊണ്ട് വേഴ്സ് 26, ഹീബ്രൂസ് 9:26, എബ്രായർ 9:26 വായിച്ചോട്ടെ. പ്രൈസ് ഗാഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 വരവുകൾ, 3 പ്രത്യക്ഷതകൾ, നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്ന 3 ഭാഗങ്ങൾ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ 3 വിധത്തിലാണോ അത് ചൂണ്ടിക്കാണിക്കുന്നത്? ശ്രദ്ധിക്കുക. രക്ഷയുമായുള്ള ബന്ധത്തിൽ 3 വിധത്തിൽ അതിനെ താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും.
ഒന്ന് ഇവിടെ പറയുന്നു, അവിടെ നമ്മൾ വായിച്ച വാക്യപ്രകാരമാണോ, അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്കേ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ഇവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു ക്രിയയെ, ഒരു പാസ്റ്റ് ടെൻസാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. നമുക്കെല്ലാവർക്കും അറിയാം, അത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് 33.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ കാലയളവിനെയാണ് പ്രധാനമായിട്ട് ഇവിടെ പഠിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. യേശു പ്രത്യക്ഷനായി, ഒരിക്കലായിട്ട് അവൻ കടന്നു വന്നു. അത് കഴിഞ്ഞ ഒരു ക്രിയയാണ്, ഇപ്പോൾ നടക്കുന്ന ഒരു ക്രിയ അല്ല. പിന്നെയോ ഓൾറെഡി ദാറ്റ് ഈസ് ഫിനിഷ്. ആ പ്രത്യേകമായിരിക്കുന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്തു. എന്നാൽ എന്തിന് കർത്താവായ യേശു പ്രത്യക്ഷനായി? അവിടെ പറയപ്പെടുന്ന വാക്യം ഇപ്രകാരമാണ്, ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത് പാപത്തിന് പരിഹാരം വരുത്തുവാൻ. നോട്ട് ചെയ്താട്ട് എന്നതിൻ്റെ പേർപ്പസ്, പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷത കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ഇനി പാപങ്ങൾക്ക് വേണ്ടി യാതൊരു പരിഹാരത്തിൻ്റെയും ആവശ്യമില്ല. ഇനി മറ്റൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഇറ്റ്സ് ഓൾറെഡി ഫിനിഷ്ഡ്. ഇനി പാപത്തിന് വേണ്ടി വേറെ ഒന്നും ഈ ലോകത്തിൽ ആരും ചെയ്യേണ്ട കാര്യമില്ല. ഈ ലോകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ചുമന്ന് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആ പാപത്തെ കംപ്ലീറ്റ്ലി അങ്ങ് ചുമക്കുക, എന്നിട്ട് ആ പാപം ആയിരുന്ന അവസ്ഥയിൽ നിന്ന് എടുത്തങ്ങ് മാറ്റുക. അപ്പോൾ കർത്താവായ യേശു എന്ത് ചെയ്തു? ലോകത്തിൻ്റെ പാപം ആയിരുന്ന സ്ഥാനത്ത് ആ ലോകത്തിൻ്റെ പാപത്തെ കംപ്ലീറ്റ്ലി അങ്ങ് പൊക്കിയെടുത്തോ യേശു എടുത്തങ്ങ് മാറ്റി. എന്ന് പറഞ്ഞാൽ ലോകം പാപത്തിൽ നിന്നോ സ്വതന്ത്രമായി. നിങ്ങൾ മനസ്സിലാക്കണം, ലോകം എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോസ്മോസ് എന്നുള്ളൊരു വേർഡാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ വസിക്കുന്ന മനുഷ്യൻ്റെ പാപം എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ, അഖിലാണ്ടത്തിൻ്റെ മുഴുവൻ പാപം കർത്താവായ യേശു ക്രിസ്തു വഹിപ്പാനിടയായിത്തീർന്നു. ശ്രദ്ധിക്കണേ, മനുഷ്യൻ്റെ പാപം മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു ചുമന്ന് മാറ്റിയത്, ഈ ലോകത്തിൻ്റെ പാപം യേശു ചുമന്നു. നിങ്ങൾക്കറിയാം, ആദം പാപം ചെയ്തതുകൊണ്ട് ഈ ലോകം മുഴുവൻ പാപത്തിന് കീഴില. ഈ ലോകം എന്ന് പറയുന്നത് ശാപഗ്രസ്ത. ദിസ് വേൾഡ് ഈസ് അണ്ടർ ദ കേഴ്സ്. ഈ ലോകം എന്ന് പറയുന്ന ശാപത്തിന് കീഴിലാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ പാപം മാത്രമല്ല യേശു മാറ്റേണ്ടത്. മനുഷ്യൻ്റെ പാപം മാറ്റിയിരുന്നുവെങ്കിൽ മനുഷ്യന് മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കത്തുള്ളൂ. എന്നാൽ കർത്താവായ യേശു ചെയ്തത് ലോകത്തിൻ്റെ പാപം യേശു ചുമക്കുകയുണ്ടായത്. എന്ന് പറഞ്ഞാൽ ലോകത്തെ ആ പാപത്തിൽ നിന്ന് അങ്ങ് മാറ്റുക ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മനുഷ്യന് ഒരു ശുദ്ധീകരണം നടക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ മനുഷ്യന് ഒരു രൂപാന്തരം നടക്കുന്ന പോലെ തന്നെ ഈ ഭൂമിക്കും ഒരു രൂപാന്തരം ദൈവം വരുത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാം, മനുഷ്യന് വരുന്ന രൂപാന്തരം എന്ന് പറയുന്നത് നാം വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, അഥവാ യേശുവിനെ നമ്മൾ സ്വന്തം രക്ഷമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെടുകയാണ്. എൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടു, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന് എൻ്റെ ആത്മാവ് വിടുവിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് രണ്ട് പാർട്ട് മനുഷ്യനകത്തുണ്ട്. ഒന്ന്, അവനൊരു സോളുണ്ട്, ഒരു പ്രാണനുണ്ട്. രണ്ട്, അവന് ശരീരമുണ്ട്. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശരീരം ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതായതുകൊണ്ട് ഇതിന് വളരെയധികമായിട്ട് പാവവുമായിട്ട് വളരെ ബന്ധമുണ്ട്. ഏത് സമയത്തും ഈ ജഡത്തിന്, ഈ ശരീരത്തിന്, പുറമേയുള്ള ശരീരത്തിന് പാപം ചെയ്യുവാനുള്ള പ്രേരണയുണ്ട്. എപ്പോഴും അത് എത്രമാത്രം വിശുദ്ധനായിരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു താല്പര്യമുണ്ടായിരിക്കും, പാപം ചെയ്യുവാനുള്ള ഒരു താല്പര്യം. എന്നാൽ എങ്ങനെയാണ് അതിനെ ജയിക്കുന്നത് ചിന്തിക്കുമ്പോൾ, എൻ്റെ അകമേയുള്ള മനുഷ്യൻ, എന്നാൽ എന്ത് സംഭവിക്കുന്നു? എൻ്റെ ജഡം പാപത്തിന് ഒരു താല്പര്യം കാണിക്കുമ്പോൾ എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടതായതുകൊണ്ട് ആത്മാവ് ദൈവത്തോട്
സ്റ്റുവേർഡ്സ് ആയിട്ട് മാറുക, ദൈവത്തോട് ആത്മാവ് ചേരുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ആത്മാവ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുക. എന്നാൽ ജഡം ലോകത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, പാപത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ശരീരത്തിൽ രണ്ട് കാര്യം ഞാൻ കാണുന്നു. ഒന്ന് പാപത്തിൻ്റെ പ്രമാണവും, രണ്ട് ദൈവത്തിൻ്റെ പ്രമാണവും ഞാൻ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തെയും എൻ്റെ ജഡം കൊണ്ട് ലോകത്തെയും സ്നേഹിക്കുന്നു. ഇതെല്ലാം മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു സത്യമാണ്. ഇതിനകത്ത് ന്യൂട്രൽ നിൽക്കുന്ന ഒരു സാധനമാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഇത് ആ ന്യൂട്രൽ നിൽക്കുക. എന്നാൽ ഇതിൽ രണ്ടിൽ ഏതിനാണ് ശക്തി കൂടുന്നത്, അതിനെ ആയിരിക്കും ഈ പ്രാണൻ പലപ്പോഴും അതായിരിക്കും ഈ പ്രാണനെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്. ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്. ആത്മാവിന് ബലം അല്ലെങ്കിൽ ജഡത്തിന് ബലം, ഇതിന് രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന പ്രാണൻ. ഈ പ്രാണൻ ഏതിനാണ് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഈ പ്രാണനെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്, പ്രാണനല്ല ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്, ഒന്നുകിൽ ആത്മാവായിരിക്കാം അല്ലെങ്കിൽ ജഡമായിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ പ്രാണനെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെലുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, പ്രവൃത്തിയായിരിക്കും നമ്മിൽ കൂടെ വെളിപ്പെടുന്നത്. പ്രാണൻ വാസ്തവത്തിൽ നിഷ്പക്ഷമാണ്, പ്രാണന് യാതൊന്നുമില്ല. എന്നാൽ എന്തിനാണ് വാല്യൂ, അതിനനുസരിച്ചായിരിക്കും നമ്മൾ കൂടെ പ്രൊഡക്റ്റ് പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നത്, എൻ്റെ ഈ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും എൻ്റെ അകമേയുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ജഡത്തെ ഒന്ന് ക്ഷീണിപ്പിച്ചിട്ട് അകമേയുള്ള ആത്മാവിനെ ഒന്ന് വളർത്തണം. ഈ അകമേയുള്ള ഈ ആത്മാവ് ബലപ്പെടുകയാണെങ്കിൽ ജഡത്തെക്കാൾ വാല്യൂ ഈ അകമേയുള്ള ആത്മാവിനായിരിക്കും. അകമേയുള്ള ആത്മാവിനാണ് വിലയെങ്കിൽ ഈ ആത്മാവിൻ്റെ ഇഷ്ടമായിരിക്കും ഈ പ്രാണൻ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രാണൻ ഇച്ഛിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ കോൺഷ്യൻസ് എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ എന്താ വിഷയം? എൻ്റെ ആത്മാവിന് ബലമുണ്ടെങ്കിൽ ആ ബലത്തിനനുസരിച്ച് എൻ്റെ പ്രാണനെ ആത്മാവിന് നയിക്കുവാൻ സാധിക്കും. എന്നാൽ എൻ്റെ ജഡത്തിനാണ് വാല്യൂവെങ്കിൽ ഈ ജഡത്തിനനുസൃതമായിട്ട് ഈ സോളിനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ സോൾ എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നു. എന്നാൽ ഏതിനാണ് വിലയുള്ളത്, അത് ആ സോളിനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ്, ഒരു പ്രവൃത്തിയായിരിക്കും നമ്മൾ കൂടെ വെളിപ്പെടുന്നത്. ജഡത്തിനാണ് വാല്യൂവെങ്കിൽ പ്രവർത്തനം, പ്രാണന്റെ പ്രവർത്തനം ജഡമായിരിക്കും, ജഡീകമായിരിക്കും. ആത്മാവിനാണ് വാല്യൂവെങ്കിൽ എൻ്റെ പ്രാണന്റെ പ്രവർത്തനം ആത്മീയമായിരിക്കും. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞു വേർഡ്. ഇത് രണ്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. കർത്താവായ യേശു ക്രിസ്തു എന്നെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആത്മാവിനെ മാത്രമേ വീണ്ടെടുത്തുള്ളൂ. എന്നാൽ ഇനിയും വീണ്ടെടുക്കുവാനുണ്ട്. എൻ്റെ ഈ ജഡമെന്ന് പറയുന്നത് ലോകത്തിന് ഇഷ്ടം ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ഈ ജഡത്തെ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ അത് സംഭവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം പോസിബിൾ അല്ല. ശ്രദ്ധിക്കണം ഈ ഭാഗം. നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ഈ ജഡം ആത്മീയമായി മാറ്റപ്പെടത്തില്ല. ഈ ജഡം പാപവുമായിട്ടുള്ള ബന്ധത്തിൽ, ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ കിടക്കുന്നിടത്തോളം ഈ ജഡത്തിൻ്റെ ഏത് സമയത്തും താല്പര്യം ജഡീയമായിരിക്കുന്ന കാര്യമായിരിക്കും, ജഡീയമായി താല്പര്യമായിരിക്കും. എന്നാൽ ഒരു ദിവസം കടന്നു വരും, അന്ന് ഈ ജഡീയമായിരിക്കുന്ന ഈ ശരീരം, താഴ്ചയുള്ള ഈ ശരീരം ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിന് അനുരൂപമായ തേജസ്സുള്ള ശരീരം പ്രാപിക്കുമ്പോൾ അവിടെയാണ് എൻ്റെ ശരീരം വീണ്ടെടുക്കപ്പെടുന്നത്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ പാപമായിരിക്കുന്ന ബന്ധത്തിൽ ഓൾറെഡി എൻ്റെ ആത്മാവ് പാപത്തിൽ നിന്ന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. ഇനിയും രക്ഷപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു കൃപയാലല്ലോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് ഓൾറെഡി ഫിനിഷ്. അത് തീർന്ന കാര്യം. എന്നാൽ ആ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിരിക്കുന്ന ശക്തി എന്നിൽ കൂടെ വ്യാപരിച്ച് എൻ്റെ പ്രാണനെ എങ്ങോട്ട് നടത്തണം? ദൈവത്തിന് അനുയോജ്യമായി നടത്തണം. ഇത് ഇന്ന്
ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിൻ്റെ യാഗം മുഖാന്തരമായിട്ട് ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു. എന്നാൽ ഇന്ന് പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അത് ജീവിതത്തിലെ ഓരോ ഇൻസിഡൻസും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയനോ ജഡികനോ എന്നുള്ളത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ശ്രദ്ധിച്ചോണേ, ആത്മീയനോ ജഡികനോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുവാൻ സാധിക്കും. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. കർത്താവായ യേശു ഫിലിപ്പോസിനോട് ചോദ്യം ചോദിച്ചു. ഏതാണ്ട് 10,000 പേര് ഒരുമിച്ച് 3 ദിവസമായിട്ട് പട്ടിണി കിടന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അവസാനം കർത്താവായ യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു, ഫിലിപ്പോസേ, ഇത്രയും പേരുണ്ട്, ഇവർക്ക് തിന്നുവാൻ എവിടുന്ന് അപ്പം വാങ്ങും? അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ കാണുന്ന ഭാഗം ഇതാണ്. യേശു പറയുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് യേശു ഓൾറെഡി അറിഞ്ഞിരുന്നു. അപ്പോൾ യേശുവിനറിയാം ഈ ഒരു പൈതൽ ഇവിടെ ഉണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്, അത് അവൻ കൊണ്ടുതരും. ഇത് വാഴ്ത്തി കൊടുക്കുമ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരും ഭക്ഷിക്കുമെന്ന് യേശുവിനറിയാം. പക്ഷെങ്കിൽ യേശു ഒരു ചോദ്യം ഫിലിപ്പോസിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫിലിപ്പോസിനോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇവർക്ക് തിന്നുവാൻ എവിടുന്ന് അപ്പം വാങ്ങും? ഫിലിപ്പോസ് ഓൺ ദ സ്പോട്ട് പറഞ്ഞ മറുപടി എന്നാണെന്നറിയാമോ? കർത്താവേ, കുറച്ച് പണത്തിന് 200 പണത്തിന് മേടിച്ചാൽ പോലും അപ്പം അവർക്ക് തികയത്തില്ല. ഓൾറെഡി മനസ്സിലായല്ലോ കർത്താവായ യേശുവിന് ഈ ഫിലിപ്പോസ് ആരാന്ന്. യേശു വാസ്തവമായിട്ട് ആ ചോദ്യം ചോദിച്ചത് യേശുക്രിസ്തുവിനറിയാൻ താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു. ഈ ഫിലിപ്പോസിൻ്റെ ഒരു വേർഡും യേശുവിന് വേണ്ട. പക്ഷെങ്കിൽ ഫിലിപ്പോസിനകത്തിരിക്കുന്നവൻ ആരാണെന്ന് അറിയാനായി യേശു ആ ചോദ്യം ചോദിച്ചത്. നിങ്ങൾ ഓർത്തോണേ, ജീവിതത്തിൽ കടന്നു വരുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ നമുക്ക് ഒന്നുകിൽ ജഡീകമായിട്ട് നമുക്കതിനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഓവർകം ചെയ്യാം. നമ്മൾ ജഡീകമായിട്ട് ഓവർകം ചെയ്യുകയാണെങ്കിൽ 100% നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ നമ്മൾ വെളിപ്പെടുത്തുകയാണ് വി ആർ പ്യുവർലി വേൾഡി പീപ്പിൾ. എന്നാൽ ആത്മീയമായിട്ട് അതിനെ നിറവേറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമ്മൾ തികഞ്ഞ ആത്മീയരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു ദിവസത്തെ പ്രവർത്തനം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ ഓൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എത്രത്തോളം ആത്മീയരാണ്, എത്രത്തോളം ജഡികരാണ്. ഈ 2 സ്വഭാവവും എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നമ്മൾ ആരും 21 ദിവസത്തിൽ 24 മണിക്കൂറും വിശ്വാസത്തിൽ ജീവിക്കുന്നവരല്ല. ആണോ? അല്ല. നമ്മുടെ ഒക്കെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട്, പലപ്പോഴും അതിനകത്ത് പോകുന്നുണ്ട്. രാവിലെ പലപ്പോഴും വണ്ടിയെ കയറി എൻ്റെ ദൈവമേ ഇത് നിൻ്റെ കയ്യിൽ തരിക എന്ന് പറയാത്തതിൻ്റെ കാരണം, രാവിലെ ഞാൻ വണ്ടി ഓടിച്ചാൽ ഓഫീസിൽ ചെല്ലുന്ന ഓർമ്മയുള്ളത് കൊണ്ടാണ്. അത് നമുക്കറിയാം. ഇതങ്ങ് ചെന്നെത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ചെന്നെത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ അവരെന്തോ പറയും, കർത്താവേ ഇത് നിൻ്റെ കരങ്ങൾ തരുന്നു. മനസ്സിലാക്കാം. വൈകിട്ട് ആഹാരത്തിനിരിക്കുന്ന, രാവിലെ ആഹാരം ഇരിക്കുന്ന എടുത്ത് കിട്ടി, ഒരു ഗ്ലാസ് ചായ കിട്ടിയെങ്കിൽ എടുത്ത് വിഴുങ്ങിയിട്ട് പോകുകയല്ല. അത് ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും, ദൈവമേ നീ ഇതിനെ ശുദ്ധി. അവിടെയാണ് ഒരു ആത്മീയൻ. മനസ്സിലായി? നമ്മുടെ അനുദിന ലൈഫിലാണ് നമ്മൾ സ്പിരിച്വൽ ആണെന്ന് വെളിപ്പെടുത്തുന്നത്. സഭയിൽ വന്ന് കൈയടിച്ചതുകൊണ്ടല്ല. ആത്മീയനാണെങ്കിൽ സഭയിൽ വന്നാൽ കൈയടിക്കും. കാരണം ദൈവത്തോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ, ദൈവത്തോടുള്ള താല്പര്യം എൻ്റെ ഉള്ളിൽ വർദ്ധിക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പണ്ടൊക്കെ ഇവിടെ വന്നവർ നേരെ കൈയൊക്കെ ബെഞ്ചെ പിടിച്ച് നിൽക്കുന്നവരെ കണ്ടിട്ട് ഇപ്പം കരങ്ങൾ അടിക്കുന്നതാണ് കാണുന്നത്. എന്താ കാരണം? മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. ഇത് എല്ലാവരുടെ ദൈവത്തോട് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ നടത്തുന്ന വഴികളെ ഞാൻ ഓർത്താൽ ചിലപ്പോൾ ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടും. എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? ഒരു രോഗമില്ലാതെ എന്നെ ദൈവം പരിപാലിക്കുന്ന വിധം ഓർത്താൽ, രോഗമുള്ളവനെ കാണുമ്പോൾ എനിക്ക് 10 സ്തോത്രം പറയുവാൻ പറ്റി. ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് ആ ദൈവം എന്നോട് കാണിക്കുന്ന കൃപയാണ്.
രോഗമുള്ള ഭാഗത്ത് ദൈവം നമ്മെ നടത്തുന്ന വിധത്തെ ഓർക്കുമ്പോൾ, അതേ രോഗമുള്ളവർ ഭാരപ്പെടുന്ന കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. എൻ്റെ കർത്താവേ, ഈ രോഗമൊക്കെ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നിന്നെ സ്തുതിപ്പാത്തെങ്കിൽ ഇത്രമാത്രം ആരോഗ്യത്തോടെ നടത്തുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതിനാ സ്തുതിക്കാനില്ലാത്തേ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് എണ്ണി നോക്കിയാൽ, ഒന്ന് ചുറ്റുപാട് നോക്കിയാൽ, എൻ്റെ ജീവിതത്തിന് അതേ സാഹചര്യങ്ങളുള്ള അനേക പ്രിയപ്പെട്ടവരെ എനിക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അതിനകത്തൊരു മാറ്റമുണ്ട്. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടില്ല, എന്നാൽ ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്ന മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും തരും. അവിടാണ് നമ്മളും അവരുമായുള്ള വ്യത്യാസം. വിശ്വസ്തനായിരിക്കും ദൈവം എന്നോടുകൂടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലുള്ള വലിയൊരു അനുഗ്രഹമാണ് വിശ്വസ്തനായിരിക്കും ദൈവം നമ്മോടുകൂടെയുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു വിശ്വസ്തൻ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ 100% ആ മാറ്റം വെളിപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കത്തില്ല. സാധാരണക്കാരൻ്റെ ജീവിതം സംഭവിക്കുന്ന അത് അവന് സംഭവിക്കും, പക്ഷേ എൻ്റെ ജീവിതം സംഭവിക്കും. കാരണം വിശ്വസ്തനായിരിക്കും ദൈവം എന്നോടുകൂടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സ്മിത്ത് വിഗിൽസ്വർത്തിൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അദ്ദേഹം ആ പ്രത്യേകമായിരിക്കുന്ന നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗം, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഒരു റിവൈവലിന് കാരണമായി തീർന്നവൻ. ഏതാണ്ട് 20ഓളം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കാരണമായി തീർന്നവൻ. തൻ്റെ ഭാര്യ രോഗം വന്ന് മരിച്ചു, തൻ്റെ ഒരു മകൻ മരിച്ചു, തൻ്റെ ഒരു മകൾ ജീവിതകാലം മുഴുവൻ ഊമയായി സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും അദ്ദേഹം വിശ്വസിച്ചൊരു കാര്യമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമൺ വേർഡ് ഇതായിരുന്നു, എക്സ്പെക്ട് എ മിറക്കിൾ ഇൻ യുവർ ലൈഫ്. സാധാരണപ്പെട്ട ജീവിതത്തിൽ സംഭവിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ പ്രത്യേകത ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത്, തൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു പക്ഷേ ഈ വേർഡ് പറയുവാനില്ല, എന്നാൽ ആ ജീവിതത്തിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പറയുവാൻ സാധിക്കും, ലോകത്തിലുള്ളവർക്ക് പറ്റുന്നതിനേക്കാൾ വലിയത് ദൈവം നിങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, എന്താ ഇവിടുത്തെ വിഷയം? എൻ്റെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, എൻ്റെ പ്രാണൻ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ഓൺ ദ പ്രോസസ്. അത് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞില്ല. ഇതെപ്പോൾ വീണ്ടെടുക്കപ്പെട്ട് കഴിയും? എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പോടുകൂടെ മാത്രമേ അതിൻ്റെയും വീണ്ടെടുപ്പ് പൂർണ്ണമാകത്തുള്ളൂ. കാരണം അതുവരെ ഈ ശരീരത്തിനോ അതിന്മേൽ പ്രേരണ വരുത്തുവാൻ സാധിക്കും. എന്നാൽ എന്ത് സംഭവിക്കും? കർത്താവായ യേശുക്രിസ്തു എന്നെ രൂപാന്തരപ്പെടുത്തുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് പൂർണ്ണമായി. അവിടെ തുടങ്ങിയത് ഒരു കൊച്ചു തുടക്കം, എൻഡ് വരുമ്പോൾ ഒരു പെർഫെക്റ്റ് റിനോവേഷനാണ് നടക്കുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? ആത്മാവ് മാത്രമല്ല വീണ്ടെടുക്കപ്പെട്ടത്, പ്രാണനും ശരീരം കൂടെ പുതുക്കപ്പെടുവാനിടയായിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ രൂപാന്തരം എന്നത് പ്രോസസ്സായിരുന്നു. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ രക്ഷയുടെ കാരണമാകുന്നുവെങ്കിൽ നമ്മൾ ലോകത്തെക്കുറിച്ച് നമ്മൾ നോക്കണം. ലോകത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ദൈവം കയ്യിനോട് പറഞ്ഞു, ലോകം നിന്റെ കയ്യിനെ നീ മുഖാന്തരമായിട്ട് ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ടതായിരിക്കുന്ന ഭൂമി, ദൈവം അതിൻ്റെ ശാപത്തെ മാറ്റണം. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശാപത്തെ, മനുഷ്യൻ്റെ ജീവിതത്തെ, പാപത്തെ ആത്മാവിൽ ആദ്യമെടുത്ത് മാറ്റിയതുപോലെ ആയിരിക്കും ദൈവം ഭൂമിയുടെ കേഴ്സിനെ ആദ്യമായിട്ട് മാറ്റി. ഒരു പാർഷ്യൻ, ഒരു തുടക്കം. അതെന്ന് തുടങ്ങുമെന്നറിയാമോ? 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ശപിക്കപ്പെട്ട ഭൂമി ഒരനുഗ്രഹിക്കപ്പെട്ട ഭൂമിയാകുക. എന്നാൽ അതുകൊണ്ട് പൂർണ്ണമായിട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അവസാനമായി യുദ്ധം കഴിഞ്ഞ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ഭൂമി തീ കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന സമയമായിരിക്കും അതിൻ്റെ പെർഫെക്റ്റ് ശുദ്ധീകരണം നടക്കുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഭൂമിയുടെ ശുദ്ധീകരണത്തിനും 2 കാലങ്ങളുണ്ട്. 2 സമയങ്ങളിലായിട്ടാണോ അതിൻ്റെ പൂർണ്ണമായ ശുദ്ധീകരണം സംഭവിക്കുന്നത്. എന്നാൽ എപ്പോൾ ഈ തീ കൊണ്ട്, വെള്ളം കൊണ്ട് ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഈ തീ കൊണ്ട് എന്ന് ശുദ്ധീകരിക്കപ്പെടുമോ അന്ന് എന്ത് സംഭവിക്കും? ഈ ഭൂമിയിൽ ഒരു പാപവും ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതുവരെ ഇന്ന് ദൈവമക്കൾക്കുള്ള ശത്രു 3. 1 അവരുടെ ഓൺ ജഡം, 2 ലോകം, 3 പിശാച്. എന്താ വാസ്തവത്തിൽ ചെയ്യുന്നത്? എൻ്റെ ജഡത്തിൽ കൂടെ
പിശാച് എന്നെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു. എന്ത് കാണിക്കുന്നു? ലോകത്തെ കാണിച്ച്. ഇത് മൂന്നും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പിശാച് എൻ്റെ ഉള്ളിലേക്ക് ഈ ലോകത്തിൻ്റെ മോടിയെ ഒന്ന് പൊക്കി കാണിക്കുന്നു. നമുക്ക് ലോകത്തെ കാണാത്തവരല്ല, എന്നാൽ ചില സമയത്ത് ചിലത് നമ്മൾ ഒന്നുകൂടെ ഭംഗിയായിട്ട് കാണും. അതാ ഹവ്വായ്ക്ക് പറ്റിയത്. ഹവ്വ ഈ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം കാണാഞ്ഞതല്ല, പക്ഷെ എന്ത് ചെയ്തു? പിശാച് കടന്നു വന്ന് ഈ ലോകത്തെ അവൾക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. ഒന്നുകൂടെ വളരെ അടുത്തൊന്ന് കാണിച്ചു. ഇത് നോക്ക്, ഇതെത്ര മനോഹരമാണ്. ഈ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? ഈ ജഡം അതിനൊരു ആഗ്രഹം. ഇത് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വന്നത്, ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് പാപത്തിലേക്ക് മനുഷ്യൻ നയിക്കുന്നത്. പിശാച് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു, ലോകം അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു, എൻ്റെ ജഡം അതിനെ ആകർഷിക്കുന്നു. വേർ വി ഡു സിൻ. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ പാപത്തിൻ്റെയും കാരണം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ലോകം ഈ പാപത്തിന് കീഴിൽ കിടക്കുന്നത്, ഈ ലോകത്തിന് ഒരു മാറ്റം സംഭവിക്കണം. ഈ ലോകത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നതാണ് നമ്മൾ മുമ്പേ കണ്ടത്. ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ പ്യൂരിഫൈ ചെയ്യുന്നു. അതോടുകൂടി എന്ത് സംഭവിച്ചു? ലോകം എന്നുള്ള ശത്രു എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ ജഡം രൂപാന്തരപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ജഡം എന്നുള്ള ശത്രു എന്നിൽ നിന്ന് മാറ്റപ്പെട്ടു. പിശാചിനെ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായിട്ട് നരകത്തിൽ തള്ളിയിടുമ്പോൾ പിശാച് എന്ന ശത്രുവും പരിപൂർണമായിട്ട് മാറ്റപ്പെട്ടു. അവിടെയാണ് ദൈവമക്കൾ പെർഫെക്റ്റ് ഡെലിവറൻസ്, പെർഫെക്റ്റ് സ്വാതന്ത്ര്യം അനുഭവിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു? കർത്താവായി ഈ ലോകം ശുദ്ധീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ലോകം ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. കാരണം ഈ ലോകം ശാപത്തിന് കീഴിലാണ്. ഈ ലോകത്തിന് ഒരു ശുദ്ധീകരണം വരണമെങ്കിൽ ശാപത്തിൽ കിടക്കുന്ന ഈ ഭൂമിയെ വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ വീണ്ടെടുത്തത് ആരാ വീണ്ടെടുത്തത്? യേശുവിൻ്റെ രക്തം. നിങ്ങൾ മനസ്സിലാക്കണം, മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല കർത്താവായ യേശു മരിച്ചത്, ലോകത്തിൻ്റെ പാപത്തിന്. നിങ്ങൾ മനസ്സിലായി, ഞാൻ ആ ഒരു ഭാഗം ഒന്ന് എംഫസിസ് ചെയ്യാനാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് യേശുക്രിസ്തുവിൻ്റെ മരിച്ചത്, യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായിട്ട് മാത്രമല്ല, ലോകത്തിൻ്റെ പാപം അവൻ ചുമന്നൊഴിച്ചു. ഹോൾ കോസ്മോസ്, കംപ്ലീറ്റ് ദ യൂണിവേഴ്സ്, അത് പൂർണ്ണമായിട്ട് ആ പാപത്തിൽ നിന്ന് അത് ലിഫ്റ്റ് ചെയ്തു. ഓൾറെഡി ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇന്ന് സ്വർഗ്ഗത്തിലിരുന്ന് കാണുകയാണ്. ഇന്ന് യേശുക്രിസ്തു എടുത്ത വീണ്ടെടുപ്പ് ദൈവസഭയ്ക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുമ്പോൾ ദൈവസഭ എത്രമാത്രം അത് വീണ്ടെടുക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓരോ പ്രാവശ്യങ്ങളും ഓരോ വിഷയത്തിലും വീണ്ടെടുപ്പ് ഞാൻ ഏറ്റെടുക്കുമ്പോൾ മനസ്സിലാക്കണം, സ്വർഗത്തിൽ വലിയ സന്തോഷമാണ്. എന്താ സന്തോഷത്തിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? പുത്രൻ്റെ മരണത്തിൻ്റെ വില ഒരു ജീവിതത്തിൽ കൂടെ വെളിപ്പെടുവാനിടയായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ ഞാൻ കാണുമ്പോൾ, ഞാൻ കരങ്ങൾ കാണുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം കാണുമ്പോൾ സ്വർഗം സന്തോഷിക്കുക, സ്വർഗത്തിന് അഭിമാനിക്കുവാനുണ്ട്. കാരണം അവരുടെ യോഗ്യത കൊണ്ടല്ല ഇത് ലഭിച്ചത്, പുത്രൻ്റെ മരണം കൊണ്ട്. മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനായി. എന്തിനാ പ്രത്യക്ഷനായത്? പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ. നിങ്ങൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ഇനിയും യേശു പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. യേശു ഇന്ന് എന്ത് ചെയ്യുന്നു നിങ്ങൾക്കറിയാം. പിതാവിൻ്റെ വലത് ഭാഗത്ത് ശത്രുക്കൾ തനിക്ക് കാൽ കീഴാക്കുവോളം അവൻ കാത്തിരിക്കുക. ഹീസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. എന്താ യേശു കാണുവാൻ ആഗ്രഹിക്കുന്നത്? ശത്രുക്കൾ അവൻ്റെ കാൽ കീഴാക്കണം. യേശുവിൻ്റെ ശത്രുക്കൾ കാൽ കീഴായില്ലേ? ആയി. എങ്ങനെ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണം കൊണ്ട് മാറ്റി. അപ്പോൾ ഏറ്റവും വലിയ ശത്രുവായിരിക്കുന്ന മരണത്തെ മാറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വലിയ ശത്രുവായിരുന്നു മരണം. എന്തുകൊണ്ടാണ് മരണം വലിയ ശത്രുവെന്നറിയാമോ? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം. അപ്പോൾ മരണമെന്ന് പറയുന്നത് പാപത്തിൻ്റെ അനന്തരഫലമാണ്. അങ്ങനെയെങ്കിൽ ഈ പാപം മാറാത്തിടത്തോളം കാലം മരണത്തിന് ഒരു മാറ്റമില്ല.
മരണം ഫോളോസ്, അതിനെ പിന്നാലെ കടന്നു വരികയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? കർത്താവായ യേശു ക്രിസ്തു പിശാചിനെ മാറ്റിയെന്നല്ല അവിടെ പറയുന്നത്. അവിടെ വേർഡ് പറയുന്ന പ്രകാരമാണ്, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ മാറ്റി. എപ്പോഴാണ് മാറ്റിയെന്നറിയാമോ? യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ. യേശു മരിച്ചപ്പോൾ യേശു ക്രിസ്തുവിന് ജയമെടുക്കുവാൻ പറ്റിയില്ല. യേശു മരിച്ചപ്പോൾ സംഭവിച്ചത്, ലോകത്തിൻ്റെ പാപം മുഴുവൻ ചുമന്നു യേശു ക്രൂശിൽ കയറി. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്, മരണത്തിൻ്റെ അധികാരിയായി പിശാചിനെ യേശു പരിപൂർണമായി ജയിക്കുകയായിരുന്നു. മനസ്സിലാകുന്നു? പഴയ നിയമ ഭക്തന്മാരെല്ലാവരും അടിമകളായിരുന്നു. ഈവൻ മരിച്ചുപോയ വിശുദ്ധന്മാർ അടിമകളായിരുന്നു. എന്തുകൊണ്ട്? മരണത്തിന് അവർ അധീനപ്പെട്ടതുകൊണ്ട്. മരിച്ചതുകൊണ്ട് അവർക്ക് എന്തുണ്ട് പ്രത്യേകത? പിശാചിന് അവരുടെ മേലെല്ലാം അവകാശമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആദമിൻ്റെ കാലം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ഉയർത്തെഴുന്നേൽപ്പ് വരെ മരിച്ചുപോയ സകല വിശുദ്ധൻ്റെയും ജീവിതത്തിൽ മരിക്കാതെ ഉയർക്കപ്പെട്ടത്, സ്വർഗ്ഗാരോഹണം ചെയ്ത് രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് ഹാനോക്കിന് വേണ്ടി ഏലിയാവും. ബാക്കിയുള്ള ഒത്തിരി വിശുദ്ധന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ആ സകല വിശുദ്ധന്മാരും മരണത്തിൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു. അവരെല്ലാവരും മരിച്ചവരായിരുന്നു. അതുകൊണ്ട് എന്തുണ്ട്? പിശാചിന് അവരുടെ മേൽ അവകാശമുണ്ട്. എന്തുകൊണ്ട് അവകാശം? അവർ ഓൾറെഡി മരിച്ചവരാ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ആത്മാക്കളെ എടുത്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോകുവാനുള്ള കാരണമെന്ന് പറയുന്നത്, യേശു പിശാചിനെ ജയിച്ചതുകൊണ്ട് ആ ജയാളിയായിരിക്കുന്ന യേശു അവരെ ജയം കൊടുക്കുകയായിരുന്നു. അവിടെയാണ് ദൈവമക്കൾ ജയമെടുത്തത്. ഇന്ന് അവർ മരണത്തിന് കീഴിലല്ല കിടക്കുന്നത്. ഇന്ന് ദൈവമക്കൾക്ക് മരണമില്ല. ദൈവമക്കൾ ശരീര വിയോഗമുണ്ട്. ആ വിയോഗമെന്ന് പറയുന്നത് അവർക്ക് ഉറക്കമാണ്. ഇറ്റ്സ് എ സ്ലീപ്പ്. അതൊരു മരണമല്ല. നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഇവിടെ സംഭവിച്ചത്. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ ഒരിക്കലായി പ്രത്യക്ഷനായി. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ ഒരിക്കലുള്ള പ്രത്യക്ഷത കൊണ്ട് പാപത്തിൻ്റെ പരിഹാരം പരിപൂർണമായിട്ട് വരുത്തി. ഇറ്റ്സ് ഓൾറെഡി ഫിനിഷ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. 2:9 അധ്യായം 24 വാക്യം. 9th chapter verse 24. 9th അധ്യായം Hebrews chapter 9 verse 24. രണ്ടാമത് കർത്താവിൻ്റെ പ്രത്യക്ഷത. He now appears. ഇപ്പോൾ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. He now appears. എങ്ങോട്ടാ കർത്താവായ യേശു പ്രത്യക്ഷനായി? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ക്രിസ്തുവോ വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ എങ്ങോട്ട് പ്രവേശിച്ചു? സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അപ്പോൾ ഹീ നൗ അപ്പിയേഴ്സ് ഇൻ ഹെവൻ. കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ വെളിപ്പെടുന്നു. എവിടെ വെളിപ്പെടുന്നു? ഇൻ ഹെവൻ. നോട്ട് ചെയ്താട്ടോ. കർത്താവായ യേശു ക്രിസ്തു നൗ അപ്പിയേഴ്സ്. എവിടെ യേശു വെളിപ്പെടുന്നു? ഇൻ ഹെവൻ. ഒരിക്കൽ പ്രത്യക്ഷനായി. എവിടെ? ഭൂമിയിൽ പ്രത്യക്ഷനായി. ഇപ്പോൾ എന്തിനു വേണ്ടി? അവിടെ പറയുന്നത് വേർഡ് ഇപ്രകാരം പറയുന്നു. വേർഡ് ഒരിക്കൽ കൂടി ഞാൻ അത് വായിക്കട്ടെ. അവിടെ പറയുന്നത്, ഇപ്പോൾ നമുക്ക് വേണ്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യം യേശു പ്രത്യക്ഷനായത് എന്തിനു വേണ്ടിയായിരുന്നു? ലോകത്തിന് വേണ്ടി, പാപത്തിന് പരിഹാരം വരുത്തുവാൻ. എന്നാൽ ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത് പാപത്തിന് പരിഹാരത്തിനല്ല. ഇപ്പോൾ പ്രത്യക്ഷനാകുന്നത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി. ഫോർ us. നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി. ഫോർ us. അപ്പോൾ നമുക്ക് വേണ്ടി എന്താ കർത്താവ് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി ഇന്ന് ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. നിങ്ങൾക്കറിയാം എന്തിനാ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനായത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ പാപം ചെയ്യുക. 1 John chapter 2 verse 1 അവിടെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. എന്നാൽ നിങ്ങളൊരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ വലത് ഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാണ്. അപ്പോൾ എന്തിനാ യേശു പ്രത്യക്ഷനായത്? യേശു ഇന്ന് ദൈവസന്നിധിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എന്നെ എന്ത് ചെയ്യുക? പിതാവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി എന്തിനാ മധ്യസ്ഥ വഹിക്കുന്നേ? എന്തിനാ? ബിക്കോസ് ഓഫ് മൈ സിൻ. എൻ്റെ പാപത്തിന് വേണ്ടി. ഈ പാപം എപ്പോഴത്തേതാണ്?
ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പാപം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ ഒരു ദൈവ പൈതലിന് വളരെ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. കർത്താവായ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയൊക്കെയാ സംഭവമെങ്കിൽ നീ എൻ്റെ ഈ കാല് മാത്രമല്ല എൻ്റെ തലയും കൂടെ കഴുകണം. ഒരു നല്ലൊരാഗ്രഹമാണ്, ഒന്നുമില്ല പൂർണ്ണമായിട്ട് അങ്ങ് ശുദ്ധമാകട്ടെ എന്നുള്ള ഒരു നല്ല ആറ്റിറ്റ്യൂഡ്. കർത്താവായ യേശു എന്താ പറഞ്ഞു? കുഞ്ഞേ, കഴുകിയവന് ഇത് മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിൻ്റെ അനുദിന നടപ്പിൽ കാലെ പൊടി പറ്റും, ആ പൊടിയൊക്കെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതിയെന്ന്. പൊടി കഴുകിക്കളയേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, സമാഗമന കൂടാരം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ അന്ന് ദൈവം കൽപ്പിച്ചില്ലായിരുന്നു ഒരു മൊസൈക്ക് കൊണ്ടും അതിൻ്റെ താഴെ കൊണ്ട് പാകണമെന്ന്. അതിൻ്റെ ഇത്ര മനോഹരമായിരിക്കുന്ന സ്വർണ്ണങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന, ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന, ദൈവ തേജസ് വസിക്കുന്ന ഒരു സമാഗമന കൂടാരം എറക്റ്റ് ചെയ്തത് വെറും മണ്ണില്ല. ഈ വെറും മണ്ണിൽ എറക്റ്റ് ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസം അവിടെ എന്ത് തന്നെയാണ് ഉള്ളത്? മണ്ണ് തന്നെ. പക്ഷെങ്കിൽ പുരോഹിതനെ, നീ അകത്തോട്ടൊന്ന് കടക്കണമെങ്കിൽ ഇവിടെ വന്ന് വെള്ളമെടുത്ത് നിൻ്റെ കൈയും കാലും കഴുകി വേണം അങ്ങോട്ട് കയറാൻ. എന്താ? നിനക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. മനസ്സിലായോ? ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്ന എൻ്റെ അനുദിന ജീവിതത്തിൽ കടന്നു വരുന്ന ചെറുതായിരിക്കുന്ന ചെറിയ ബലഹീനതകൾ, ആ ബലഹീനതകളെ എന്ത് ചെയ്യണം? കഴുകിക്കളയേണ്ടത് ആവശ്യമാണ്. ഈ കഴുകിക്കളഞ്ഞില്ല എങ്കിലാണ് അവിടെ പ്രശ്നം നടക്കുന്നത്. അവിടെ മറ്റേ പള്ളി നിന്നുകൊണ്ട് ഇല്ലാത്തത് കൂടെ പറഞ്ഞ് അപവാദം പറഞ്ഞ് വാദിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അരുമനാഥനാകുന്ന യേശു അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. എന്താ വാസ്തവത്തിൽ ചെയ്യുന്നത്? യേശു ക്രിസ്തുവിൻ്റെ പക്ഷവാദം കൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കുക എന്നറിയാമോ? ഞാൻ രക്ഷയിൽ തന്നെ നടക്കുക. ഐ വാക്ക് ഇൻ ദ സാൽവേഷൻ. ഞാൻ മുമ്പേ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രത്യക്ഷത എന്തിനു വേണ്ടിയായിരുന്നു? ഇറ്റ്സ് ഓൾറെഡി ടുക്ക് മൈ സിൻ, ഇറ്റ്സ് ഓൾറെഡി, ദാറ്റ്സ് ഫിനിഷ്ഡ് ചാപ്റ്റർ. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എത്രമാത്രം പാപം ചെയ്തുവോ ആ സകല പാപങ്ങളെയും പരിപൂർണമായിട്ട് മാറ്റി. എന്നാൽ ഇപ്പോൾ യേശു ക്രിസ്തു ദൈവസന്നിധാനത്തിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല. ആ പക്ഷപാതമാണ് ഇന്ന് ഞാൻ രക്ഷയിൽ നടക്കുവാൻ കാരണം. അപ്പോൾ രക്ഷയെന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ടെൻസായിട്ട് മാറി. മനസ്സിലായല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്? രക്ഷയെന്ന് പറഞ്ഞത് എന്തായി മാറി? ഒരു പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞകാല ക്രിയ. പക്ഷേ ഇവിടെ പ്രത്യക്ഷനാകുന്നു, ഇപ്പോൾ അപ്പിയർ ചെയ്യുക. എന്തിനാ അപ്പിയർ ചെയ്യുന്നത്? രക്ഷ എനിക്ക് ഒരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആകാൻ, ഒരു ഇപ്പോഴത്തെ ഒരു അനുഭവമാകാൻ. അതുകൊണ്ട് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും രക്ഷയിൽ നടക്കുന്നതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ വിശുദ്ധ ജീവിതമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നതുകൊണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാണ് അതിന് കാരണമായിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത ഇന്നും അവൻ എനിക്ക് വേണ്ടി മീഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വേർഡ് യേശു പ്രാർത്ഥിച്ചു. യോഹന്നാൻ 17 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻറ്റർസെസറി പ്രയർ ഓഫ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് യോഹന്നാൻ 17. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 17 നിങ്ങൾ വീട്ടിൽ പോയി കർത്താവായ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് വായിക്കേണ്ടത് വളരെ ആവശ്യം. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ദൈവം അതിൽ കൂടെ ആഗ്രഹിക്കുന്നത്, എന്ത് ദൈവം ആഗ്രഹിക്കുന്നു. എനിക്ക് അത് കംപ്ലീറ്റ് വെളിപ്പെടുത്തുവാനായിട്ട് സാധ്യമല്ല, കാരണം വളരെ ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണ് ചാപ്റ്റർ 17. നിങ്ങൾ വായിച്ചാൽ ഒരു ദൈവ പൈതലിന് ദൈവമായിരിക്കുന്ന ബന്ധം എന്താണെന്നുള്ളത്, ദ ഡീപ്പ് the relationship of God with man എന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ ഇൻ ജോൺ 17. അതുകൊണ്ട് വീട്ടിൽ പോയി നിങ്ങൾക്കതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ തരിക, വീട്ടിൽ പോയി പഠിക്കണം. എന്നാൽ ഒരു വാക്യം ഒന്ന് വായിപ്പിക്കട്ടെ, വേഴ്സ് ചാപ്റ്റർ 17 വേഴ്സ് 11.
ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. ഓൾറെഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുക. കർത്താവായ യേശു എന്താ പ്രാർത്ഥിച്ചേ? അവരെ നീ കാത്തുകൊള്ളണം. നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോസ്തലന്മാർക്ക് വേണ്ടി മാത്രമല്ല യേശു ഇവിടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. പിന്നെയോ യേശു ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? വായിച്ചോട്ട് വേഴ്സ് 19, 20 വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ആരാ അത്? ഇവരുടെ വചനത്താൽ വിശ്വസിക്കുവാനിരിക്കുന്നവർ. നമ്മൾ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മധ്യസ്ഥ. നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യനല്ല ഇത്, വാസ്തവത്തിൽ ദൈവമായിരുന്നവൻ. ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് പോലും മറുപടി കിട്ടാതെ പോകാഞ്ഞൊരു യേശു, ഒരു പ്രാർത്ഥന മാത്രം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ ക്രൂശിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തവനാകുന്ന കർത്താവ്, ബാക്കിയുള്ള സകല വിഷയത്തിന്മേലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെങ്കിൽ, യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടെ വിശ്വസിച്ച് ആരെല്ലാം ഈ ലോകത്തിൽ രക്ഷപ്പെടുവാൻ ഉണ്ടോ, ഇന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ, കഴിഞ്ഞ നാൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ, ഇനിയും രക്ഷപ്പെടുവാൻ പോകുന്നോ, അവർക്കെല്ലാവർക്കും വേണ്ടി യേശു ഓൾറെഡി ഒരു മധ്യസ്ഥ വഹിച്ചു. എന്തുവാ മധ്യസ്ഥത? അവരെ നീ കാത്തുകൊള്ളണം. പ്രൊട്ടക്ട് ദം ഗാഡ്. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ മധ്യസ്ഥ ദൈവം കേൾക്കാതിരിക്കുമോ? പാപിയായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിൻ്റെ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ചില്ലേ? അംഗീകരിച്ചു. നമ്മൾ മനസ്സിലാക്കണം, സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ. അവിടെ മാത്രമല്ല, എനിക്ക് വേറൊരു വാക്യം കൂടെ ഉണ്ട്, 15 വാക്യം. കർത്താവ് അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിന് കർത്താവേ നീ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. കർത്താവായ യേശു ക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയുക, ഞാനും നിങ്ങളും ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടാൽ എന്താകുമെന്നുള്ള യേശുവിനറിയുക. യേശു അന്നേ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഒരു കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദുഷ്ടൻ എന്നെ തുടരുതെന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവം അത് ആഗ്രഹിച്ചുകൊണ്ട്, അഥവാ എൻ്റെ അരുമനാഥനാകുന്ന യേശു ആഗ്രഹിച്ചുകൊണ്ടോ ദുഷ്ടൻ അവരെ തൊടാതെ വേണം കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ പോകത്തില്ല സഹോദര. ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നിടത്തോളം, യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ ഞാൻ ആയിരിക്കുന്നിടത്തോളം ഒരു ദുഷ്ടനും എന്നെ തൊടുവാൻ സാധ്യമല്ല. ഒരു ദുഷ്ടനെ തൊടുവാൻ സാധ്യമല്ല. കാരണം ഓൾറെഡി ഹി പ്രേഡ് ഫോർ മീ. അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചു. ശ്രദ്ധിച്ചോണേ, അതുകൊണ്ട് ദുഷ്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനല്ല ദൈവം ആഗ്രഹിച്ചത്, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ നീ അകത്തോട്ട് കടത്തരുതേ. ദുഷ്ടൻ അവരുടെ മേൽ നേതൃത്വം ഏറ്റെടുക്കുവാൻ അനുവദിക്കരുത്. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിച്ചപ്പോൾ ഒരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കി. ഒരിക്കൽ ദൈവം ദാവീദിനോട് ചോദിച്ചു, ദാവീദേ 3 കാര്യം ഞാൻ നിന്റെ മുമ്പാകെ വെക്കാൻ പോവാം, നീ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ദാവീദ് ഒരു തിരഞ്ഞെടുത്തു. അത് മറ്റൊന്നുമല്ല, ഞാൻ മനുഷ്യൻ്റെ കയ്യിൽ വീഴരുത്, ദൈവത്തിൻ്റെ കയ്യിൽ വീഴട്ടെ. ദുഷ്ടനായിരിക്കുന്ന പിശാചിൻ്റെ കയ്യിലും ഒരു വ്യക്തി വീണാൽ ഇത്രയും പ്രശ്നമില്ല, മനുഷ്യൻ്റെ കയ്യിൽ വീണാൽ ആ പ്രശ്നം. കാരണമുണ്ട്. ദുഷ്ടനായിരിക്കുന്ന പിശാചാണെങ്കിൽ ദൈവം അലവ് ചെയ്ത വ്യവസ്ഥയിൽ നാണുവിട മാറി പ്രവർത്തിക്കാൻ ദുഷ്ടന് സാധ്യമല്ല. എന്നാൽ മനുഷ്യ നിനക്ക് സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് ആപത്ത് കാലം കടന്നു വന്നപ്പോൾ ഏദോമ്യർ എന്ന് പറഞ്ഞാൽ ഏശാവിൻ്റെ സന്തതി ഇസ്രായേൽ മക്കളെ ഉപദ്രവിച്ച ഉപദ്രവം കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രവചനം കൊടുക്കുകയുണ്ടായി. നീ എൻ്റെ മക്കൾ അവർ കഷ്ടപ്പെട്ടപ്പോൾ അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ കഷ്ടപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ബാബിലോൺ സാമ്രാജ്യത്തെ ദൈവം നശിപ്പിക്കാനുള്ള ഒരു കാരണം
ദൈവം കൽപ്പിച്ചതിനെ കൂടുതലായിട്ട് ബാബിലോൺ ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, വീഴുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കൈ വീഴുന്നത് നല്ലതാണ്. ഞാൻ ദാവീദ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പിന്നാലെ ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി, ദാവീദ് പ്രാർത്ഥിച്ച ബുദ്ധിപരമായിട്ടാണ്. കാരണം ഒരു പ്രത്യേകതയുണ്ട്, ദൈവമേ നിൻ്റെ കൈ എൻ്റെ വീഴട്ടെ എന്ന് പറഞ്ഞാൽ ദാവീദിനറിയാം, ദൈവത്തിൻ്റെ കൈ വീണാൽ തന്നെ ഒന്ന് വാവിട്ടൊന്ന് നിലവിളിക്കുവാൻ സാധിക്കുമെങ്കിൽ ദൈവം തൻ്റെ കൈ എടുത്തുകൊണ്ടങ്ങ് പോവാൻ. മനുഷ്യൻ മാറ്റത്തില്ല, നിന്നെ നശിപ്പിച്ചാലും വിടത്തില്ല. ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം. പലപ്പോഴും പലരും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഒരു എരിവങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന എന്തുവാന്ന്, കർത്താവെ 2 കൊട്ട് കൊട്ടിയാലും വേണ്ടില്ല, നീ ഞാൻ കൊണ്ടുവരണേ. പ്രാർത്ഥിക്കല്ലേ, പ്രാർത്ഥിക്കേണ്ട വിധം ഇതേ ഉള്ളൂ. ദൈവമേ അവരുടെ ഹൃദയദൃഷ്ടിയൊന്ന് ദാറ്റ്സ് ഓൾ. എന്താ അവർ ദൈവത്തെ കാണാത്തത്? ലോകം അവരുടെ മുമ്പിൽ നിൽക്കുക. ദൈവത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? അവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് ഇതേ ഉള്ളു പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ വെറുതെ എന്തെല്ലാം വലിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാമോ? കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ്, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരനോട് സംഭവം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ വേർഡ് പ്രകാരമാണ്. അദ്ദേഹം ഒരു വലിയ പ്രയാസത്തിൽ കീഴ് വന്നു. ആ പ്രയാസം കീഴ് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ച് ഈ കഴിഞ്ഞ ദിവസമാണ്, ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഓക്കെ, നാട്ടിൽ നടന്ന സംഭവം, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാനൊന്ന് ചിന്തിച്ചിരുന്നു ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കൂടെ കൂടെ ഞാനത് ആവർത്തിച്ചു. അക്ഷരികമായിട്ട് ഇന്ന് ആ അവസ്ഥയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. എന്നോട് ഇദ്ദേഹം പറഞ്ഞ വേർഡ് പ്രകാരമാണ്, പാസ്റ്ററെ, ഞാൻ ചിന്തിച്ചത് പോലും അല്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ചെയ്യണമെന്നുള്ളൊരു വിഷയമുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു വലിയ ആപത്തിൽ കിടക്കുക. ഞാൻ പറഞ്ഞ എന്നാണെന്നറിയാമോ? വെറുതെ അനാവശ്യമായിട്ട് നമ്മുടെ വാക്കുകൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യരുത്, നല്ല കാര്യത്തിന് യൂസ് ചെയ്യുക. നമുക്ക് ആഫ്റ്റർ ഓൾ വേണ്ട ഒരാൾ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. രക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം ദൈവം ഹൃദയങ്ങളെ ഒന്ന് തുറന്നു കൊടുക്കുക. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാളുള്ള ആശയുന്നതെന്ന് മനസ്സിലായി. ദാറ്റ്സ് ഓൾ നമുക്ക് വേണ്ടാതാ. പിന്നെ നമ്മളെന്തിനാ ഈ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകാൻ പോകുന്നത്? അതുകൊണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങ് രക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൂടി കർത്താവേ ഇതായാലും വീട്ടിൽ നിന്ന് പറഞ്ഞേക്കരുത്. അതിൻ്റെ പിന്നെ ഭവിഷ്യത്ത് അനുഭവിക്കുന്ന നമ്മൾ തന്നെ. ഒരു മുട്ടുവേദന വന്നാൽ കൊണ്ട് നടക്കേണ്ടത് നമ്മളാ കൊണ്ട് നടക്കുന്നത്. 2 ദിവസം കൊണ്ട് നടക്കുക, 3-ാം ദിവസം പറയും എൻ്റെ ദൈവമേ ഇതൊരു വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും. എന്തിനാ ഈ ആവശ്യമില്ല? ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. എന്താ വിഷയം? എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഇന്ന് പിതാവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു. ഹീ ഈസ് ഇൻ്റർസീഡിങ് ഫോർ മീ. എന്താ അവൻ്റെ ഇൻ്റർസീഡിങ് എന്നറിയാമോ? എൻ്റെ ദൈവമേ അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അവരകപ്പെടരുത്. ഹംദലബലബ, ദുഷ്ടൻ്റെ കയ്യിൽ അവരകപ്പെടരുത്, ദുഷ്ടൻ്റെ കയ്യിൽ അവരകപ്പെടരുത്. കർത്താവായ യേശുവിന് അറിയാം അതിലെ തീഷ്ണത എന്താണെന്ന്. ദുഷ്ടൻ്റെ കയ്യിൽ അവരകപ്പെടരുത്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹി ഈസ് നൗ ഇൻ്റർസീഡിങ് ഫോർ മീ. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചു? ഞാനിന്ന് രക്ഷയിൽ നടന്നുകൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ ദൈവത്തിന് മുൻപാകെ പ്രത്യക്ഷനായി. ആ പ്രത്യക്ഷനായതുകൊണ്ട് ഞാൻ രക്ഷയിൽ നടക്കുക. 3-ാമത്തെ വിഷയം. ഇന്ന് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. വായിച്ചാട്ട് 9-ാം അധ്യായം 27-28 വാക്യം. അതിന് മുൻപിൽ കൂടെ അവിടെ പറയുന്നു, ഒരിക്കൽ അവൻ അർപ്പിക്കപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്യും? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി 2ാമത് പ്രത്യക്ഷനാകും. ഹീ ഈസ് ഗോയിങ് ടു അപ്പിയർ. 3ാമത്തെ പ്രത്യക്ഷത, ഹീ ഈസ് ഗോയിങ് ടു അപ്പിയർ. എന്തിനാൽ അവൻ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞത്? അവൻ പ്രത്യക്ഷനാകുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി. ആരൊക്കെയോ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. എന്തുവാ കാത്തു നിൽക്കുന്നത്? അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കൺവെൻഷൻ്റെ 3 ദിവസം, ആണ്ടിലൊരിക്കൽ വർഷത്തിൽ 3 ദിവസം ഒരു കൺവെൻഷൻ നടത്തും. കൺവെൻഷൻ്റെ അവസാന സമാപന ദിവസം, അന്നാണ് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിച്ച് ആശീർവാദം പറഞ്ഞിട്ട്
പാസ്റ്റർ കയ്യത്തി പറയും ആമേൻ കർത്താവേ. പിന്നെ കർത്താവ് വരണമെന്ന് പറയുന്ന അടുത്ത കൊല്ലവാ. ഇതല്ല ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു താല്പര്യമുണ്ട്, അവരുടെ ഹൃദയത്തിനുള്ളിൽ വാഞ്ചയുണ്ട്, അവരുടെ ഹൃദയത്തിനുള്ളിൽ തേങ്ങലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ടാകുമെന്നറിയാമോ? ആക്ച്വലി ഇത് വായിച്ചു റോമക്കലേഖനം 8-ാം അധ്യായം. നിങ്ങൾ മനസ്സിലാക്കണം എത്ര പേര് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അത് വായിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞേക്കണം. വായിച്ചിട്ട് 8-ാം അധ്യായം 23-ാമത്തെ വാക്യം, വേഴ്സ് 23. ആ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് 3 ഞരക്കങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. 20-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ 3 വിധ ഞരക്കങ്ങൾ, 3 കൂട്ടം ആൾക്കാരെ ഞരകം. നിങ്ങൾ വീട്ടിൽ പോയി അത് പഠിക്കണം കേട്ടോ. അതൊരു ഹോംവർക്ക് എടുത്തിട്ട് അടുത്ത ആഴ്ച വരും ആരൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തുകൊണ്ട് പോരുക. ഓക്കെ, ഒരു പേപ്പറിനകത്ത്. ഓക്കെ, വായിച്ചിട്ട് പത് നമ്മുടെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ, ആരുടെയൊക്കെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്. എന്താ ഞരക്കത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഞരക്കം എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് ഞാൻ കുറുപ്രാവുകളെ പോലെ കുറുകുന്നു. എന്താ അതിൻ്റെ മീനിങ് എന്നാണെന്നറിയാമോ? ഒരു പ്രാവ് അത് ഇണ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇണയെ കാണാതിരിക്കുമ്പോൾ ആ ഇണയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട്. അതൊരു തേങ്ങൽ പോലെ മാത്രമേ വെളിയിൽ വരത്തുള്ളൂ. അതൊരു ഉറച്ചുള്ളൊരു കരച്ചിലല്ല. ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് സകല ഭാരവും അടക്കി വെച്ച്, എല്ലാ വേദനകളും അടക്കി വെച്ച് എന്തൊക്കെയോ ഒരു തേങ്ങൽ എന്ന് പറഞ്ഞാൽ ഹന്ന വിക്കി വന്ന പോലെ വിക്കൽ ഇതേ ഉള്ളൂ. ആ ഭാരം ഉള്ളിൽ കിടക്കുക, ആ ഡീപ്പായിട്ട് വേദന ഉള്ളിൽ കിടക്കുക. ആരുടെ ഉള്ളിലായി ഈ വേദന കിടക്കുന്ന പറയുന്നത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മം പ്രാപിച്ചവർക്കെല്ലാം എന്ത് ലഭിച്ചു? ആത്മാവെന്ന ആദ്യദാനം. അപ്പോൾ ആദ്യദാനം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? ആത്മാവ് ദൈവം തന്നിട്ടുണ്ട്. ആത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും എന്തുണ്ടാകണം? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും എന്തിനു വേണ്ടിയാ? നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട്. അപ്പോൾ പെർഫെക്ഷൻ ഓഫ് ദ സൺഷിപ്പ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. എൻ്റെ ശരീരം വീണ്ടെടുക്കുമ്പോഴാണ് എൻ്റെ വീണ്ടെടുപ്പ് പൂർണ്ണമാകുന്നത്. അവിടെയാണോ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് പെർഫെക്റ്റാണ് ഞാൻ കടന്നു വരുന്നത്. അതിനുമുമ്പ് ഞാൻ പൈതൽ അല്ലെന്നല്ല. ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. എന്നാൽ ഇപ്പോൾ നാം അറിയത്തില്ല നാം എന്താകുമെന്നുള്ളത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശമായി. ഞാൻ പറയുന്നത് എന്തുവാണെന്നറിയാം? വാക്യമാണോ? എവിടുത്തെ വാക്യമായത്? എവിടുത്തെ വാക്യമായത്? ഒന്ന് പറഞ്ഞാട്ട്. 1 യോഹന്നാൻ. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ട്. പ്രൈസ് ഗാഡ്. ഓക്കെ, എന്താ വിഷയം? യോഹന്നാൻ്റെ ലേഖനം ദൈവത്തിൻ്റെ ദാസൻ പറയുക, ആത്മാവെന്ന ആദ്യദാനം. പൗലോസ് പറയുന്ന ആത്മാവെന്ന ആദ്യദാനം. അപ്പോൾ എൻ്റെ ശരീരം ഒരു പൂർണ്ണമായിരിക്കുന്ന പുത്രത്വത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന ഞാൻ, എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്? ഒരു ഞരക്കം. എന്തിനാണെന്നറിയാമോ? എൻ്റെ പുത്രത്വത്തിന് കാത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വളരെ മനോഹരമായ ചിത്രശലഭമാകുന്നതിന് മുമ്പ് അത് ഒരു പുഴുവായിട്ട് അതിൻ്റെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത്, ഒരാഭരണം കൊണ്ട് കവർ ചെയ്ത് അതിനകത്തിരിക്കുക. പക്ഷെങ്കിൽ ഇതങ്ങനെ ഇരുന്ന് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് പൊട്ടത്തില്ല. എന്നാൽ ഇത് അകത്തിരിക്കുമ്പോൾ ഇതൊരു വിങ്ങലുണ്ട്. എന്തിനാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഈ തോടൊന്ന് പൊളിക്കണം. അതകത്തിരുന്ന് വിങ്ങുക. അതിനറിയാം, ഞാൻ ഇതിനകത്ത് ഒതുങ്ങിക്കഴിയേണ്ടതല്ല, ഞാൻ ഇതിനകത്ത് കിടക്കേണ്ടതല്ല, ഇതിനകത്ത് ഇപ്പോൾ ഞാനൊരു തിക്കൽ നടത്തുന്നില്ല എങ്കിൽ ഇതിനകത്ത് ഞാൻ മരിച്ചു പോകത്തേ ഉള്ളൂ. എന്താ തിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്നാണെന്നറിയാമോ? അത് വെളിയിൽ വരുന്നത്
മനോഹരമായ ചിത്രശലഭമാണ്. അതിനകത്തത് കിടക്കുന്നിടത്തോളം കാലം ഇനിയും എത്രമാത്രം ശക്തമാണ് ഈ ആവരണം, ഇതിനെ എനിക്ക് വിടുവിക്കുവാൻ സാധ്യമല്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ അതിനകത്ത് കിടന്ന് മരിക്കത്തേ ഉള്ളത്. എന്നാൽ അതിനകത്ത് തിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ തിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണം, എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണം, എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണം, എനിക്കിതിൽ നിന്ന് വെളിയിൽ വരണം. ദൈവമക്കളെ, ദൈവമക്കളുടെ ഉള്ളത്തിലൊന്ന് തിക്കുന്നുണ്ട്. എന്തുവാ തിക്കുന്നറിയാമോ? എനിക്ക് ഈ ശരീരം പൊട്ടിച്ചൊന്ന് വെളിയിൽ വരണം, എനിക്ക് ഈ ശരീരം പൊട്ടിച്ചൊന്ന് വെളിയിൽ വരണം എന്നേ നടക്കത്തുള്ളൂ കർത്താവിൻ്റെ വരവെങ്കിൽ. ഇവിടെ എന്ത് നടക്കുക? ആമേൻ കർത്താവേ വേഗം വരണമെന്ന് പറയുമ്പോൾ ഉള്ളത്തിന് ഉള്ളിൽ ഒരു തിക്കൽ നടക്കുക. എന്തിനാണെന്നറിയാമോ? ഈ പുറത്തെ ആവരണം ഒന്ന് പകച്ചു മാറ്റിക്കളയുക. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ എന്തുണ്ടാകണം? ഈ പുറത്തെ ആവരണം ഒന്ന് പൊട്ടിക്കണമെങ്കിൽ ഇതിനകത്തൊരു തള്ളലുണ്ടാകണം, ഇതിനകത്ത് ഒരു ഒരുക്കമുണ്ടാകണം, ഇതിനകത്തൊരു വാഞ്ച ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു വാഞ്ചയില്ലെങ്കിൽ നീ ഇതിനകത്ത് സഭയ്ക്കകത്ത് ചാകത്തേ ഉള്ളൂ, വെളിയിൽ കടന്നു വരത്തില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, മനോഹരമായ ചിത്രശലഭമായിട്ട് നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പർപ്പസിലേക്ക് വെളിയിൽ കടന്നു വരണമെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിലെ തിക്കൽ അത് ഉണ്ടായേ പറ്റത്തുള്ളൂ. ഉള്ളിൽ തിക്കൽ ഉണ്ടാകും. രാത്രി കിടക്കുമ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ മടിക്കരുത്. എൻ്റെ അപ്പ, ഇന്ന് രാത്രി നിന്റെ വരവാകുന്നെങ്കിൽ ഞങ്ങളെയും കൂടെ ഒന്ന് എടുത്തോണേ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വാക്യം പറയുവാൻ മടിക്കരുത്. കർത്താവേ, ഇന്ന് രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് നിൻ്റെ വരവാകുന്നെങ്കിൽ എന്നെയും നീ ഒന്ന് ഓർത്തുകൊള്ളണമേ. പ്രിയപ്പെട്ട, ഈ വേർഡ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകട്ടെ. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹം ദൈവം കാണട്ടെ. ദൈവം ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരു കാര്യം ദൈവം മനസ്സിലാക്കും. എന്തുവാ മനസ്സിലാക്കുന്നറിയാമോ? ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അല്ല താമസിക്കാൻ ഇഷ്ടം, എന്നോടുകൂടെ വരാം. നിങ്ങൾ മനസ്സിലാക്കണം, 7-ാം മാസം 10-ാം തീയതി എന്തിനാ ഇസ്രായേൽ മക്കൾ പാപപരിഹാര പെരുന്നാൾ കൊടുത്തത്? എന്തിനാണ് ഒരു റിപ്പൻറ്റൻസ് ഡേ ആയിട്ട് ദൈവം വെച്ചതെന്നാണെന്നറിയാമോ? ആ ദിവസം അവർ നിലവിളിക്കേണ്ടതാണ്, എൻ്റെ ദൈവമേ, നീ അല്ലാതെ എന്നെ രക്ഷപ്പെടുത്തുവാൻ മറ്റാരുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മോശയാണ് ഉദ്ധാരകം എന്നവർക്ക് അറിയത്തില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ഞരങ്ങി ഞങ്ങൾക്കൊരു വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർ വിടുവിക്കപ്പെടുവാൻ ഇടിയായിത്തീർന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, പഴയ നമ്മ വിശുദ്ധന്മാരെല്ലാവരും ഒന്നാഗ്രഹിച്ചു. ആരാണോ ഈ പുത്രൻ്റെ, ഈ സ്ത്രീയുടെ സന്തതി, എൻ്റെ കർത്താവേ കടന്നു വന്ന് ഈ പാപത്തെ വിടുവിക്കണമെന്നോ അവരാഗ്രഹിച്ചപ്പോൾ തക്ക സമയത്ത് പുത്രൻ്റെ വെളിപ്പാട് നടന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ മക്കൾക്കൊരു പ്രാർത്ഥന ഉണ്ടാകണം. എൻ്റെ കർത്താവേ, നീ വന്നല്ലാതെ എൻ്റെ ആധി മാഞ്ഞു പോകത്തില്ല, എൻ്റെ കണ്ണുനീർ തോന്നു പോകത്തില്ല. ഈ ലോകം എനിക്ക് സ്വസ്ഥതയില്ല, ഈ ലോകം എനിക്ക് സമാധാനമില്ല, ഈ ലോകം എനിക്ക് സന്തോഷമില്ല. എൻ്റെ ഉള്ളിൽ മറ്റെന്തിനോ വേണ്ടി വാഞ്ചിക്കുക. എന്തിനു വേണ്ടിയാ വാഞ്ചിക്കുന്നത്? ഈ താഴ്ചയുള്ള ശരീരം അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ വാഞ്ചിക്കുക. ഈ ലോകം കെട്ടിപ്പടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പ്രിയ സഹോദര, ഈ ലോകത്തിൽ എന്തെല്ലാം നേടുന്നുവോ അതിനേക്കപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി വാഞ്ചിച്ചു കൊള്ളണം. ആ വീണ്ടെടുപ്പ് കിട്ടുമെന്നൊരു ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ആത്മാവെന്ന ആദ്യദാനം തന്നിരിക്കുക. ഈ ആത്മാവെന്ന ആദ്യദാനം എന്ത് ചെയ്യുന്നു? എന്നെ കൊണ്ട് ഞരങ്ങിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അല്ല ഞരങ്ങുന്നത്, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞരങ്ങുക. ആത്മാവിനൊരു ഞരക്കമുണ്ട്. എന്തിനാ ഞരങ്ങുന്നത്? ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകുക. എന്തിനാ യേശു പ്രത്യക്ഷനാകുന്നത്? ഒറ്റ കാര്യത്തിന്, അവൻ പാപം കൂടാതെ അവൻ പ്രത്യക്ഷനാകും. ആർക്ക് വേണ്ടി? തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ രക്ഷയ്ക്കായി. ഇവിടെ വെച്ച് എന്ത് സംഭവിക്കുകയാണ്? രക്ഷ എന്നുള്ളത് ഒരു ഫ്യൂച്ചർ ടെൻസായിട്ട് മാറുക. രക്ഷ ഒരു ഫ്യൂച്ചർ ടെൻസായി. പിന്നീട് ഇനി രക്ഷപ്പെടണമെന്ന് പറയേണ്ട കാര്യമില്ല, ഓൾറെഡി രക്ഷപ്പെട്ടു. ഇറ്റ്സ് ഫിനിഷ്ഡ്. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുവിൻ്റെ 3 പ്രത്യക്ഷത. 1, രക്ഷയുമായുള്ള ബന്ധത്തിൽ പാസ്റ്റ് സാൽവേഷൻ. 2, കർത്താവിൻ്റെ സ്വർഗ്ഗത്തിൽ പ്രത്യക്ഷനായി പ്രസൻറ്റ് സാൽവേഷൻ. യേശു ഇനി പ്രത്യക്ഷനാകും, അത് ഫ്യൂച്ചർ സാൽവേഷൻ. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? ദൈവമക്കളുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടാകണം, ഈ ഒരു വാഞ്ച ഉണ്ടാകണം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരു കാര്യം സത്യമാണ്, അവൻ വരുമെന്നുള്ളത് സത്യമാണ്.
ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനും നിങ്ങളും അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുവോ എന്നുള്ളതേ ഉള്ളൂ വിഷയം. നിങ്ങൾക്കറിയാം, 10 പേര് വെർജിൻസ്, 10 പേരും മണവാളൻ്റെ വരവ് വേണ്ടി കാത്തു നിന്നവരാ. പക്ഷെങ്കിൽ അവർക്ക് കാത്തിരിപ്പുണ്ടായിരുന്നുവെങ്കിലും പെർഫെക്റ്റായിട്ട് ഒരുങ്ങിയത് 5 പേരെ ഉള്ളായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളും ഏത് കൂട്ടത്തിലായിരിക്കും. ഒരുപക്ഷെ വി ആർ വെർജിൻസ്, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആർ വി റെഡി ടു പ്രിപ്പയർ ഫോർ ഹിം? അവൻ്റെ വരവിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വരവിൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടോ? അവൻ്റെ വരവിൻ്റെ താല്പര്യം എനിക്ക് നിങ്ങളൊന്ന് പഠിക്കണം. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എനിക്കെന്താ സംഭവിക്കുവാൻ പോകുന്നത്, എനിക്ക് എന്തൊക്കെ അനുഗ്രഹം കിട്ടുവാൻ പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പൗലോസിനോട് ചേർന്ന് പറയുവാൻ സാധിക്കും, ഈ കാലത്തിലെ കഷ്ടങ്ങൾ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ലാതായതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? വെളിപ്പെടുന്ന തേജസ് മുൻപിൽ കണ്ടു. വെളിപ്പെടുവാൻ പോകുന്ന തേജസ് ഞാൻ നിങ്ങൾ കണ്ടാൽ ഈ ലോകത്തിലെ പ്രശ്നം എനിക്കൊരു പ്രശ്നമല്ല, ഈ ലോകത്തിൻ്റെ ഭാരം എനിക്കൊരു ഭാരമല്ല, ഈ ലോകത്തിൻ്റെ വേദന എനിക്കൊരു വേദനയല്ല. അതിനേക്കാൾ അത്യന്തമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവി ദൈവം എനിക്ക് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ 3 പ്രത്യക്ഷത. 1, ഓൾറെഡി അവൻ പ്രത്യക്ഷനായി. 2, ഇന്ന് അവൻ പ്രത്യക്ഷനാണ് സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ മുൻപിൽ. 3, അവൻ വീണ്ടും പ്രത്യക്ഷനാകുവാൻ പോകും. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്ന് ശാന്തമായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്, ആർ വി റെഡി? കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരു പ്രിപ്പറേഷൻ ഉണ്ടോ? യേശുവിന് വരവ് വേണ്ടിയുള്ള ഒരു ദാഹം നമുക്കുണ്ടോ? ഒരാഗ്രഹം നമുക്കുണ്ടോ? ഹാലലില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് പറയുമോ, കർത്താവേ, എൻ്റെ ഉള്ളിൽ ആ ദാഹം എനിക്ക് തരണമേ, ആ ഒരു വീർപ്പ് മുട്ടൽ എൻ്റെ ഉള്ളിൽ തരണമേ, എൻ്റെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള വീർപ്പ് മുട്ടൽ എൻ്റെ ഉള്ളിൽ തരണമേ. കർത്താവേ, ഞാനൊന്ന് ഞരങ്ങട്ടെ കർത്താവേ, ഞാനൊന്ന് ഞരങ്ങട്ടെ കർത്താവേ. ഇന്നത്തെ എൻ്റെ അവസ്ഥ, നാളെ എനിക്ക് ലഭ്യമാകുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവി, അതിനെ കണ്ടുകൊണ്ട് ഞരങ്ങുവാൻ കർത്താവേ നീ എനിക്ക് കൃപ ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവേ, അതിനുവേണ്ടി എന്നെ ഏൽപ്പിച്ചിരുന്നെന്ന് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥാനം എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ